റിപ്പോ നിരക്ക് 0.25% കുറച്ച് റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 0.25% കുറച്ച് 6ലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഭവന, വാഹന, വ്യക്തിഗത വായ്പ പലിശ നിരക്ക് ഇതോടുകൂടി കുറയും. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, ആഗോള സാമ്പത്തിക സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ മൊത്തമായി നിലനിൽക്കുന്ന ആ ഒരു അനിശ്ചിതത്വത്തിൽ തന്നെ ഇത്തരത്തിൽ പുതിയ RBIയുടെ പണനയം പ്രഖ്യാപിക്കുമ്പോൾ ഈ ഒരു പ്രതിരോധിക്കാൻ വേണ്ടി വിപണിയിൽ ഉണ്ടായ ഇടിവിനെ പ്രതിരോധിക്കുന്നതിനുള്ള അത്തരത്തിലുള്ള ഒരു നയമായിരിക്കും പ്രഖ്യാപിക്കുക എന്ന് സാമ്പത്തിക വിദഗ്ധരടക്കം നേരത്തെ തന്നെ പ്രവചിച്ചതാണ്. ഇപ്പോൾ RBI മുന്നോട്ട് വെച്ചിരിക്കുന്ന പണനയം അത്തരത്തിൽ ഈ വിപണിയിൽ ഉണ്ടായ ഒരു തകർച്ചയെ നേരിടാൻ പര്യാപ്തമാണോ? തീർച്ചയായും ഈ പണനയ അവലോകന യോഗം ചേരുന്ന ഘട്ടത്തിൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നു ഈ റിപ്പോ നിരക്കിൽ ഒരു കുറവ് അത് ഉണ്ടാകുമെന്നുള്ള കാര്യം. 0.5% അത് കുറയ്ക്കുമെന്നുള്ളത് സാമ്പത്തിക വിദഗ്ധരടക്കം നേരത്തെ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഏതാണ്ട് 5 വർഷത്തിന് ശേഷം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ആദ്യമായി ഈ റിപ്പോ നിരക്കിൽ ഒരു കുറവ് റിസർവ് ബാങ്ക് വരുത്തുന്നത്. അന്ന് 25 ബേസിസ് പോയിന്റാണ് കുറച്ചത്, അതായത് 0.5% കുറച്ചത്. അതിനുശേഷം 6.5% റിപ്പോ നിരക്ക് 6.25% കുറഞ്ഞു. ഇപ്പോൾ വീണ്ടും 0.5% കുറച്ചതോടുകൂടി ഈ റിപ്പോ നിരക്ക് 6% കുറഞ്ഞിരിക്കുന്നു. അതായത് ഈ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശ നിരക്കാണ് ഈ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോ നിരക്ക് കുറയുമ്പോൾ അതിൻ്റെ ഗുണമുണ്ടാകുന്നത് ഈ വാണിജ്യ ബാങ്കുകളിൽ നിന്നൊക്കെ വായ്പ എടുത്തിട്ടുള്ള ആളുകൾക്കാണ്. അത് വൻകിട വായ്പകൾ എടുത്തിരിക്കുന്ന ആളുകൾ മുതൽ സാധാരണ വ്യക്തിഗത വായ്പകൾ എടുത്തിരിക്കുന്നവർക്ക് വരെ അതിൻ്റെ ഗുണമുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതാണ്ട് ഈ ഫെബ്രുവരിയും ഇപ്പോൾ ഈ കുറവും കൂടി വരുമ്പോൾ ഏതാണ്ട് 0.5% കുറവാണ് ഈ പലിശ നിരക്കിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭവന വായ്പ, അതുപോലെ തന്നെ വാഹന വായ്പ, വ്യക്തിഗത വായ്പ അടക്കമുള്ള കാര്യങ്ങളുടെ പലിശ നിരക്ക് കുറയുമെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല ഈ നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്ക് കുറയുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ RBI ഈ റേറ്റ് കുറച്ചതിലൂടെ ലക്ഷ്യമിടുന്നത് മാർക്കറ്റിലേക്ക്, വിപണിയിലേക്ക് കൂടുതൽ പണം എത്തിക്കുക എന്നുള്ള കാര്യത്തിനാണ്. ഈ 0.5% റിപ്പോ നിരക്ക് കുറച്ചതിലൂടെ RBI ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് ഈ ലോണുകളൊക്കെ അപ്പോൾ ആ സമയത്ത് ആളുകൾ പലിശ നിരക്ക് കുറവായ സാഹചര്യത്തിൽ ആളുകൾ ബാങ്കുകളിൽ നിന്ന് ലോണുകളിലേക്ക് അടക്കം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റിലേക്ക് കൂടുതൽ പണം എത്തുകയും ചെയ്യും. അത്തരത്തിൽ ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ RBI മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല നമുക്കറിയാം ട്രംപിൻ്റെ ഈ പകരച്ചുങ്കം പ്രഖ്യാപനം അത് വലിയ രീതിയിൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്. ഒരു സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ സൂചനയിലേക്കൊക്കെ ലോകം പോകുന്ന ഒരു ഘട്ടവും കൂടിയാണ്. അപ്പോൾ അതിനെ കൂടി നേരിടുക എന്നുള്ളതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു നടപടിയിലേക്ക് പോയത് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. മാത്രമല്ല നമുക്ക് GDP 6.7 ആയിരുന്നു ഇത്തവണ പ്രതീക്ഷിച്ചിരുന്ന ഒരു അനുമാനം. GDPയുടെ വളർച്ചാ അനുമാനം RBI പ്രതീക്ഷിച്ചിരുന്നത് 6.7 പക്ഷേ അതിന് പകരം ഈ വർഷവും അത് 6.5% GDPയുടെ വരുമാന ആ ഒരു വളർച്ചാ നിരക്ക് 6% നിലനിർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റൊന്ന് ഈ പലിശ നിരക്ക് കുറയുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പണപ്പെരുപ്പം 4% കുറയ്ക്കുക എന്നുള്ളതായിരുന്നു RBIക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ഏതാണ്ട് 4% എന്ന ആ ലക്ഷ്യത്തിലേക്ക് RBI എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസവും കൂടി ഈ റിപ്പോ നിരക്ക് കുറയ്ക്കുന്നതിലേക്ക് വഴിവെച്ചിട്ടുണ്ട്. ഏതായാലും 6% ഇപ്പോൾ റിപ്പോ നിരക്ക് കുറഞ്ഞിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ 25 ബേസിസ് പോയിന്റാണ് കുറച്ചത്, ഇപ്പോൾ 25 ബേസിസ് പോയിന്റ് കുറച്ചു. അങ്ങനെ ഏതാണ്ട് 50 ബേസിസ് പോയിന്റ് കുറച്ചു, 0.5% അത് കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിലൂടെ ഈ വായ്പയെടുത്ത സാധാരണക്കാരായ മനുഷ്യർ മുതൽ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത എല്ലാവർക്കും അതിൻ്റെ ഒരു ഗുണമുണ്ടാകും. അവർക്ക് ഈ തിരിച്ചടവിനുള്ള പലിശ നിരക്ക് അത് കുറയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത്. മാത്രമല്ല RBI ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വിപണിയിലേക്ക് കൂടുതൽ പണം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു സൂചന RBI ഗവർണർ നൽകുന്നതെന്ന് പറയുന്നത് ഇനിയും ഇത്തരത്തിൽ റിപ്പോ നിരക്കിൽ കുറവ് ഉണ്ടായേക്കും എന്നുള്ള ഒരു കാര്യവും കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അത് വരും ദിവസം അടുത്ത അവലോകന യോഗത്തിന് ശേഷം അടുത്ത പാദത്തിൽ അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും, അതിൽ കുറവുണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്.